ഇവിടെ പൊട്ടിക്കുന്ന പാറയുടെ പ്രകമ്പനം ഈ പ്രദേശത്ത് തന്നെ അനുഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ മണ്ണെടുക്കുന്നതോടുകൂടി ഭൂമിക്ക് വെള്ളത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവില്ലാതെയാവും ചെയ്യുന്നത്. മനുഷ്യനിർമ്മിതമായുള്ള ഒരു ദുരന്തമാണ് കള്ളാടിയിൽ ഉണ്ടായിരിക്കുന്നത്. നമസ്കാരം. മലയാളിയുടെ മനസാക്ഷിയാകെ പിടിച്ചുലച്ചൊരു ദുരന്തമായിരുന്നു വയനാട് മേപ്പാടിയിലുണ്ടായത്. കള്ളാടിയിലുണ്ടായ ആ ദുരന്തത്തിന്റെ ഒരു പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് അശാസ്ത്രീയമായ തുരങ്ക നിർമ്മാണവുമാണ്. ഇത് സംബന്ധിച്ച് ഈ തുരങ്ക നിർമ്മാണം നടക്കുന്നതിന് മുൻപ് തന്നെ ചില പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു. അവർ നിയമ പോരാട്ടത്തിനടക്കം ഒരുങ്ങുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ഇവരുടെ വാദങ്ങളൊന്നും തന്നെ മുഖവിലക്കെടുത്തില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തവും അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഈ തുരങ്കമാണോ ഈ ദുരന്തത്തിന്റെ മൂലകാരണം? ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള TV രാജനാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇത്തരത്തിൽ ഈ തുരങ്ക നിർമ്മാണ പാതയ്ക്കെതിരായിക്കൊണ്ടുള്ള നിയമ പോരാട്ടത്തിനടക്കം നേതൃത്വം നൽകിയിരുന്നത്. എന്താണ് വയനാട് ദുരന്തത്തിൽ സംഭവിച്ചത്? ചേട്ടാ, ഇപ്പോ നമ്മൾ ഈ കള്ളാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ ഒരു വലിയ ആരോപണം ഉയരുന്നത് ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്കറിയാം, തുരങ്കപാതയായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ മുൻപേ തന്നെ ആശങ്ക ഉന്നയിച്ചൊരു വിഷയമുണ്ട്. അപ്പൊ ഈ ദുരന്തത്തിൽ ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിന് എത്ര കണ്ട് പങ്കുണ്ടാവുമെന്നാണ് കരുതുന്നത്? നമ്മള് ഒരു സ്റ്റുഡൻസ് ആജിറ്റേഷൻ നടക്കുകയാണ്, വിദ്യാർത്ഥികൾ സമരം ചെയ്യാണ്. ഒരു ബസ്സിന് കല്ലെറിയുമ്പം ആ കല്ല് കൊള്ളുന്ന ഭാഗത്ത് മാത്രമല്ല ധാരുണ്ടാവും, മറിച്ച് അതൊരു 8 വല പോലെ പല ഭാഗത്തേക്ക് അതിൻ്റെ ജർക്കിങ്, അതിൻ്റെ പ്രകമ്പനമുണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരു പാറ പൊട്ടിക്കുമ്പോൾ ഏതാണ്ട് 7 കിലോമീറ്റർ ദൈർഘ്യം വരെ ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടാവും. ഇവിടെ പൊട്ടിക്കുന്ന പാറയുടെ പ്രകമ്പനം ഈ പ്രദേശത്ത് തന്നെ അനുഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഇത്തിരി മാറിയിട്ട് നമുക്ക് പല ഭാഗത്തും കാണാം. കൊറിയൻ്റെ സ്ഥലങ്ങളിലെല്ലാം തന്നെ കിണറിൻ്റെ വെള്ളം വറ്റുന്നു, ചില കിണറിൽ തീരെ വെള്ളമില്ലാതായിരിക്കുന്നു, ചിലരിൽ വിധാനം കൂടുന്നു, അങ്ങനെയൊക്കെ പ്രതിഭാസങ്ങളുണ്ട്. ഇത് സംഭവിക്കാൻ കാരണം നമ്മൾ പൊട്ടിക്കുമ്പോഴുള്ള പ്രകമ്പനം ആണ് ഇത്തരത്തിലുള്ള ഈ രീതിയിൽ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ വരും. ഒരു പ്രദേശത്ത് മണ്ണെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. അതാരും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പാരിസ്ഥിതികാഘാത പഠനം എന്നുള്ളത് സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. അല്ലാതെ നിയമപരമായിട്ട് പഠിച്ചിട്ടോ ഇവിടെ തന്നെ ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടൊന്നും ഇവർ നടപ്പാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കള്ളാടി ഭാഗത്താണെങ്കിൽ ഇവർക്ക് പാറയിലേക്ക് എത്തുന്നതിന് വേണ്ടി 50 മീറ്റർ ദൂരത്തിലാണ് മണ്ണെടുക്കുന്നത്. പക്ഷെ അതിൽ 30 മീറ്ററോളം മാത്രമേ മണ്ണെടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രതലത്തിലെ മണ്ണെടുക്കുമ്പോൾ ഒരു കുന്നാണെങ്കിൽ കുന്നിൽ മഴ പെയ്താൽ വെള്ളത്തെ ആഗിരണം ചെയ്ത് അത് പല ഭാഗത്തേക്ക് ഒഴുക്കാനുള്ള കഴിവ് ആ കുന്നിനുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള മരങ്ങൾ ഉണ്ടെങ്കിൽ ആ മരം ഘട്ടം ഘട്ടമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വെള്ളത്തുള്ളി മരത്തിന്റെ തുഞ്ചത്ത് വീണ് താഴെ വരുമ്പോൾ ശിഥിലമായിട്ട് ഏറ്റവും താഴെ എത്തുമ്പോൾ വളരെ മൈന്യൂട്ടായ രീതിയിൽ അത്തരം വെള്ളത്തെ ആ ഒരു കുന്ന് അല്ലെങ്കിൽ അവിടെയുള്ള തണ്ണീർ തടങ്ങൾ ആഗിരണം ചെയ്യും. ഇവിടെ മണ്ണെടുക്കുന്നതോടുകൂടി ഭൂമിക്ക് വെള്ളത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവില്ലാതെയാവും ചെയ്യുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് മണ്ണെടുത്ത് മാറ്റിയോടുകൂടി അവിടെ വീണ വെള്ളം മുഴുവൻ തന്നെ ഒഴുകുക ചെയ്യുന്നത്. അല്ലാതെ ആ കുന്നിന് വെള്ളത്തെ ആഗിരണം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് കൺവേ ചെയ്യാനോ കഴിയുന്നില്ല. അപ്പൊ ഇത്തരത്തില് ഈ മണ്ണ് മാറ്റിയ പ്രതലത്തിൽ വീണ മഴയും മണ്ണ് കൂട്ടിയിട്ട സ്ഥലത്ത് ഉണ്ടായ വെള്ളം വരുന്നത് താഴെ കൂടെയാണ്. അതോ അടിയിലൂടെ ഈ 20 മീറ്ററോളം പൊക്കത്തില് ആണ് അവിടെ മണ്ണ് കൂട്ടിയിട്ടത്. ചെറിയൊരു മലകൾ, അതുമല്ല ചെറിയ ചെറിയ മലകളെ ഇടിച്ചിട്ടുള്ള മണ്ണാണിത്. അത് റോഡ് നിർമ്മാണത്തിന് എന്നുള്ള വ്യാജേനയാണ് അവിടെ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റാതിരിക്കാൻ കാരണം റോഡ് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഡ്രെയിനേജ്, പ്രകൃതിദത്ത ഡ്രെയിനേജുകളെല്ലാം മലയിടിക്കുന്നതോട് കൂടി ഇല്ലാതായി. അതേപോലെ മണ്ണ് കൂട്ടിയിട്ടതോടുകൂടി അതിൻ്റെ ഡ്രെയിനേജിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡ്രെയിനേജ്, നമ്മളിപ്പോൾ ഡ്രെയിനേജിന് വലിയ രീതിയിലുള്ള ചെറിയ പുഴയൊന്നുമല്ല, മീനാക്ഷി പുഴയിലേക്കുള്ള അത് വലിയ പുഴയൊന്നുമല്ല. പക്ഷെ ആ ചെറിയ ഈ നീർച്ചാലുകൾ ഇല്ലാതാവുന്നതോടുകൂടി തന്നെ ഈ വെള്ളത്തിന്റെ ഒഴുക്കിന് ദിശ നഷ്ടപ്പെടുക. അത് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അവര് പോകുന്നു. അപ്പോൾ ഈ കൂട്ടിയിട്ട മണ്ണിന്റെ അടിത്തട്ടില് ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കപ്പെടുകയും അല്ലെങ്കിൽ ജലം എത്തിച്ചേർന്ന് ആ ജലത്തിന്റെ പ്രഷറാണ്, ഹൈഡ്രോളിക് പ്രഷർ കൊണ്ടാണ് ഇവിടെ ഇത്തരം വലിയൊരു ദുരന്തം ഉണ്ടായത്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കരാർ കമ്പനിയുടെ ബന്ധപ്പെട്ട ആള് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം നടക്കുന്നിടത്തുനിന്ന് മീറ്ററുകൾ മാറിയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഈ കമ്പനിയുടെ പ്രവർത്തനം കാരണമല്ല എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കമ്പനിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് പിന്നെ ഇവര് ശരിക്കും കേരളത്തിന്റെ മഴയുടെ തീവ്രത ഏത് പ്രവർത്തനം നടത്തുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെയെല്ലാം മഴ പെയ്തുകൊണ്ട് ഇതിലൂടെ മാത്രമേ ഒഴുകൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നീർച്ചാലുകൾ ഇവർ മണ്ണിട്ട ഭാഗത്ത് ചെറിയ ഡ്രെയിനായിരുന്നു. ആ വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവര് റെയിലിംഗ് നടത്തിയിട്ടാണ്, കോൺക്രീറ്റ് വാൾ ഉണ്ടായിരുന്നില്ല മണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കേവലം ടാർപ്പാളിം വെച്ച് മൂടി മണ്ണ് പോകാതിരിക്കാൻ വേണ്ടി റെയിലിംഗ് ഏറ്റവും 4 ഇഞ്ച് കനത്തിലെങ്ങാനും കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെന്റ് പാകുക ചെയ്ത്. അപ്പൊ അതിനോട് ചേർന്നാണ് ഇവർ ഡ്രെയിനേജ് ഉണ്ടായത്. അപ്പൊ ഈ കഴിഞ്ഞ ദുരന്തത്തിൽ മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ ഡാം എഫക്റ്റ് ഉണ്ടായി. അതേപോലെ തന്നെ മരങ്ങളും പാറക്കൂട്ടങ്ങളും ഈ പുഴയിൽ വന്നടിഞ്ഞു. അതുമൂലം ഡാം എഫക്റ്റ് ഉണ്ട്. അതേപോലെ വെള്ളത്തിന്റെ ശക്തി അപാരമാണ്. ആ ശക്തിയെ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹൈഡ്രോളിക് സ്റ്റഡി. ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനവും അതേപോലെ തന്നെ ഹൈഡ്രോളജിയിൽ ഇത് എങ്ങനെ ബാധിക്കുന്നു, ഭൂഗർഭ ഉറവുകൾ ഏതെല്ലാം വഴിക്ക് പോകുന്നു, അല്ലെങ്കിൽ വെള്ളരിമലയിൽ എത്ര കണ്ട് വെള്ളത്തെ സംഭരിച്ചു വെക്കുന്നു, അതിന്റെ അന്തർഭാഗത്ത് കൂടെ ഉറവുകൾ ഏതെല്ലാം ഭാഗത്ത്, ഇതൊക്കെ വ്യക്തമായി പഠിക്കേണ്ടതായിരുന്നു. ഇത് പഠിക്കാത്തത് കൊണ്ടുള്ള മനുഷ്യനിർമ്മിതമായുള്ള ഒരു ദുരന്തമാണ് കള്ളാടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ചേട്ടൻ സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആനക്കാമ്പൊയിൽ ആ ഭാഗത്ത് അവിടെയും ഇത്തരത്തിൽ അവിടെ ഏറെക്കുറെ പാറ പൊട്ടിച്ചു തുടങ്ങി. കള്ളാടിയിൽ പാറ പൊട്ടിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു, പക്ഷെ തിരുവമ്പാടിയിൽ പാറ പൊട്ടിച്ചു തുടങ്ങി. അപ്പം അതും ഇത്തരത്തിൽ ഒരു പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇത് ആക്ച്വലി ഈ പദ്ധതി നമ്മൾ സുപ്രീം കോടതി പറഞ്ഞത് തുരങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ലൈഫ് ലൈൻ എന്നാണ് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഞങ്ങൾ സമർപ്പിച്ച ഹർജി തള്ളിയത്. കേരള ഹൈക്കോടതി തള്ളി. അതിനെതിരെ SLP ഫയൽ ചെയ്തു. SLP ഫയൽ ചെയ്തുമ്പോൾ സ്റ്റാൻഡിങ് തന്നെ, അതായത് ഫയൽ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ലൈഫ് ലൈൻ ആണ്, തുരങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈഫ് ലൈൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി തള്ളുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ശരിയായ പഠനങ്ങളൊന്നും നടന്നില്ല. പാരിസ്ഥിതികാഘാത പഠനം നടന്നില്ല. ഒരു ഉദാഹരണത്തിന്, ഒരൊറ്റ ദിവസം കൊണ്ടാണ് കോഴിക്കോട് DFO കോഴിക്കോട് ആനക്കാമ്പൊയിൽ ഭാഗത്തുള്ള കാട്ടിന്റെ അവസ്ഥ, അതിന്റെ സ്വഭാവം, അത് ഈ തുരങ്ക നിർമ്മിതിക്ക് അനുകൂലമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് 1 ഡേ പഠനം കൊണ്ട്, ഒറ്റ ദിവസത്തെ പഠനം കൊണ്ട് അത് അവിടെ എത്തിയോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അതേപോലെ തന്നെയാണ് സൗത്ത് വയനാട് DFOവും മേപ്പാടി ഭാഗത്തുള്ള വനം തുരങ്കത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഒരു ദിവസത്തെ മാത്രം പഠനം കൊണ്ടാണ്. ഇത് ശരിയായ പഠനങ്ങൾ 2 DFOമാരും പഠനങ്ങൾ നടത്തിയിട്ടില്ല. അതിന്റെ പകർപ്പുകളെല്ലാം തന്നെ ഞങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവരുടെ റിപ്പോർട്ട് കിട്ടിയതും കൊങ്കൺ റെയിൽവേന്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ കളക്ട് ചെയ്താ. പക്ഷെ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനോ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നും പറയുന്നത് പ്രാദേശികമായിട്ട് BMC പോലുള്ളത് ശക്തിപ്പെടുത്തുന്ന ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികൾ, ഈ കമ്മിറ്റികൾ ഇത് ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ EMC എൻവയോൺമെന്റ് മാനേജ്മെന്റ് കമ്മിറ്റികൾ, ഇതൊക്കെ കടലാസുകൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രദേശത്ത് ഒരു ദുരന്തം വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കമ്മിറ്റികളെ കുറിച്ചിട്ട് ജനങ്ങൾ അറിയുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. അതുവരെ അത് സൈലന്റ് ആണ്. അതിനെക്കുറിച്ചൊരു പ്രവർത്തനമില്ല. ആനക്കാമ്പൊയിൽ ഭാഗത്തെല്ലാം തന്നെ നിരവധി റിസോർട്ടുകളുണ്ട്. ഓരോ റിസോർട്ടിലും സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഓരോ റിസോർട്ടിലെയും കോൺക്രീറ്റ് റോഡുകളുണ്ട്. മുണ്ടക്കയിൽ ദുരന്തത്തിന് ഹേതുവായത് ഒരു കാരണം റിസോർട്ടുകളുടെ സാന്നിധ്യം. ഈ ഓരോ റിസോർട്ടുകൾ ഉണ്ടാവുക, റിസോർട്ടുകളിലെല്ലാം തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവുക. ഓരോ റിസോർട്ടിലേക്കും കോൺക്രീറ്റ് റോഡുകൾ ഉണ്ടാവുക. കാരണം വനത്തിന് അല്ലെങ്കിൽ അന്നത്തെ ആ പ്രദേശത്തിന് വഹിക്കാവുന്ന കോൺക്രീറ്റിന്റെ ഭാരത്തിന് കണക്കുണ്ട്, വെള്ളത്തിന്റെ ഭാരത്തിന് കണക്കുണ്ട്. ഇതിൽ കവിഞ്ഞ രീതിയിൽ ആ ഒരു പ്രദേശത്ത് ഭാരം വരുമ്പോൾ ആ പ്രദേശം ശിഥിലമാകും. അത് തന്നെയാണ് കള്ളാടിയിലുണ്ടായത്. കേരളത്തിലെ കൽപ്പറ്റ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഭാഗത്തും ആവർത്തിക്കപ്പെടാനുള്ള ഒരു ദുരന്തമായി മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ മാധ്യമപ്രവർത്തകരൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വലിയ വിഷമത്തിൽ അവർ നമ്മളോട് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ഈ തുരങ്കപാത. അപ്പൊ അത് ഇല്ലാതായി കഴിഞ്ഞാൽ വലിയ അപകടം, അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ധാരണ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കുണ്ട് അല്ലെ. അപ്പൊ ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ബദൽ മാർഗങ്ങൾ, ഈ തുരങ്കപാതയല്ലാതെ വേറെ എന്തെങ്കിലും ബദൽ മാർഗങ്ങൾ ഉണ്ടാവും? നമുക്ക് വയനാട് എന്നുള്ളത് നമ്മൾ സെൻസിറ്റീവ് ഏരിയയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വയനാട് ഏറ്റവും പരിസ്ഥിതി ലോലമാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്നത്. പക്ഷെ വയനാട്ടിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെങ്കിൽ
നമ്മൾ താമരശ്ശേരി ചുരം തന്നെ 1 മീറ്റർ മാത്രം വനഭൂമി, അതിന്റെ വീതി 1 മീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ട്രാഫിക് ഒരുവിധം പരിഹരിക്കാൻ പറ്റും. ഹെവി ട്രാഫിക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ വനം വകുപ്പ് പിന്നെ ഒരു ഇഞ്ച് ഭൂമി പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മളെ ചുരം റോഡുകളെല്ലാം തന്നെ വികസിക്കാതിരിക്കാനുള്ള കാരണം. വയനാട്ടിലേക്ക് 5 ചുരം റോഡുകളുണ്ട്. അപ്പം പക്രന്തളം ചുരമാണെങ്കിലും അല്ലെങ്കിൽ നാടുകാണി ചുരമാണെങ്കിൽ അതേപോലെ 5 റോഡുകൾ വയനാട്ടിലേക്ക് വരുന്നുണ്ട്. ഈ 5 റോഡുകൾ വീതി കൂട്ടി നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യുകയാണെങ്കിൽ ഈ തുരങ്കപാതയുടെ ആവശ്യം ഒട്ടും ഉണ്ടാവില്ല. കാരണം നമ്മൾ റോഡുകളിലൂടെയാണ് നമ്മൾ ഇതുവരെ ഗതാഗതം നടത്തിയിരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിരുന്നത്, ജനങ്ങളുടെ ജീവിതം നടത്തിയിരുന്നൊക്കെ. ഇത് ഒരു അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇനിയും അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞ് റോഡ് വികസിപ്പിക്കാതെ ഇത്തരം പരിപാടികൾക്ക് അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ ഹെവി വർക്ക്, കാരണം നമ്മൾ ഈ 5 ചുരം റോഡുകൾ വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ചെലവിന്റെ ഒരു 10% അല്ലെ 20% വരുള്ളൂ. ഇക്കാര്യത്തിൽ നമ്മുടെ അധികാരികൾ ആവശ്യമില്ലാത്തൊരു ധൃതി കാണിച്ചു, അതായത് ഈ തുരങ്കത്തിന്റെ നിർമ്മാണത്തിന് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അധികാരികൾ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഒരു പരിപാടിയായിട്ടാണ്. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തവർ. കാരണം നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് എൻ്റെ പ്രദേശത്ത് ഒരു ഫ്ലാറ്റ് സമുച്ചയം വന്നു കഴിഞ്ഞാൽ ആള് കരുതെന്താ, അവരെല്ലാം തന്നെ പ്രദേശത്തു നിന്ന് സാധനങ്ങൾ വാങ്ങാൻ അവിടെ വികസിക്കുന്നതാണ്. ഈ തുരങ്കം വന്നതോടുകൂടി ഈ ഭാഗത്ത് വികസനം വരും എന്നുള്ളത് മിഥ്യാസങ്കല്പം മാത്രമാണ്. കാരണം ഒന്നാമത് ആനക്കമ്പയിൽ ഭാഗത്ത് ഒരു ജനവാസ മേഖല കുറവാണ്. ഇത് തുരങ്കത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുന്ന മേപ്പാടി ഭാഗത്താണ്. അതും കൽപ്പറ്റയിലേക്ക് നോക്കുമ്പോൾ ദൂരം കൂടുകയാണ് ചെയ്യുന്നത്, അല്ല ദൂരം കുറയുന്നില്ല. അപ്പം ഇത്തരത്തിലെ ഒരു വികസനം വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം തന്നെ കൂടുതൽ സമ്പത്ത് വർദ്ധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ടൂറിസം വികസിപ്പിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് വെറും വിദ്യാധാരം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹോം സ്റ്റേകളുടെ എണ്ണം ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്ര റിസോർട്ടുകളുണ്ട്, എത്ര ഹോം സ്റ്റേകളുണ്ട്, അതിന് എത്ര വരുമാനമുണ്ട്, അവിടെ എത്ര ആൾ താമസിക്കുന്നു എന്നുള്ളതൊന്നും തന്നെ ഒരു കണക്കുമില്ല. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കില്ല, ജില്ലാ പഞ്ചായത്തിനില്ല, ജില്ലാ ഭരണകൂടത്തിനുമില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ഒരു പ്രദേശത്തുള്ള റിസോർട്ടുകളെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും അവിടെ വന്യജീവി സംഘർഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉപ്പ് നമ്മൾ കൂടുതലായിട്ട് ബൗണ്ടറിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് മൃഗങ്ങളെ ആകർഷിച്ചിട്ട് വേട്ടയാടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇതിനൊക്കെ തന്നെ ഭരണകൂടം തന്നെ ആണ്. ഈ തുരങ്കപാതയും അനാവശ്യ ധൃതി കൊണ്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2-3 തവണ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയാണ്. ശരിക്കും ഇതിന്റെ പാരിസ്ഥിതികാഘാത പഠനമോ ജിയോളജിക്കൽ സർവേയുടെ നല്ല വ്യക്തമായ പഠനമോ ഹൈഡ്രോളജിക് പ്രഷറിന്റെ ജലത്തിന്റെ സമ്മർദ്ദം ഏത് രീതിയിൽ വരുന്നുള്ളത് പഠനമോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇത് തട്ടിക്കൂട്ടുള്ളതാണ്. അതുമല്ല, ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇതിൽ റോളില്ല. സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയും പറഞ്ഞത് ഇതിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ മറ്റ് പരിസ്ഥിതി ഏജൻസികൾ അനുവാദം തന്നതുകൊണ്ട് അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സത്യത്തിൽ അത് മുഴുവൻ തെറ്റാണ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി അത് സംസ്ഥാനത്തിന്റെ ആണെങ്കിലും ജില്ലയുടേതാണെങ്കിലും 2 ജില്ലയിലാണ് ഇതുള്ളത്. അവർ പരിഗണിക്കേണ്ട വിഷയമായിരുന്നു ഈ സാധാരണക്കാരെ നേരെ അല്ലെങ്കിൽ ഒരു മരം മുറിക്കുമ്പോൾ അതിന് നേരെ അല്ലെങ്കിൽ അതിനനുകൂലമായിട്ട് നിലപാടെടുക്കുക എന്നല്ലാണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമിതികളൊന്നും തന്നെ ഡിസാസ്റ്ററിനെ കുറിച്ച് പഠിക്കുന്നില്ല. ജില്ലയുടെ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട്, സമിതി കാര്യങ്ങളൊന്നും പഠിക്കാറില്ല. ആരോ എന്തോ പറയുന്നു അതിനനുസരിച്ച് ചെയ്യുന്നു എന്നല്ലാണ്ട് ഒരു വ്യക്തമായ പഠനമോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശത്തിനനുസരിച്ചുള്ള ചെയ്തികളോ ഇല്ലാത്തത് കൊണ്ട് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമാണ് കള്ളാടി. ഇപ്പോൾ നമ്മൾ ഈ കള്ളാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. മുമ്പ് ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് ഒരു ആവശ്യം ഉയർന്നിരുന്നു. അതായത് കൃത്യമായി ഈ കാലാവസ്ഥ 1-2 മണിക്കൂർ ഇടപെട്ട് പ്രവചിക്കുന്ന ഒരു സംവിധാനം വയനാട്ടിൽ ഒരുക്കണം എന്നുള്ളത് സംബന്ധിച്ച് അന്ന് സർക്കാർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നാൽ നാളിതുവരെയായിട്ടും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കള്ളാടിയിലെ ദുരന്തം നമുക്ക് മുൻകൂട്ടി കാണാൻ വേണ്ടി പറ്റുമായിരുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് ഒരു വെതർ റാഡാർ സ്റ്റേഷൻ കൽപ്പറ്റ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കുമെന്ന് അന്നത്തെ സർക്കാർ ഉറപ്പ് നൽകിയത്. പക്ഷേ അത് ഇന്ന് വരെ ഒരു ടെസ്റ്റ് റൺ
പോലും നടത്താൻ അതിൻ്റെ അധികൃതർക്കായിട്ടില്ല. അതായത് ഈ ഒരു ദുരന്തം വന്നിട്ട് അതിനൊരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് പ്രവർത്തിപ്പിക്കാനോ അതിന് ആവശ്യമായ സ്റ്റാഫിനെ നിയോഗിക്കാനോ ഒന്നും തന്നെ കാലാവസ്ഥാ വകുപ്പിന് ആയിട്ടില്ല. ഞങ്ങൾ പരിസ്ഥിതിക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, വയനാട് തന്നെ മൊത്തത്തിൽ പരിസ്ഥിതി ലോല മേഖല എന്ന രീതിയിൽ വയനാട്ടിലെ അനുദിനം വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ അത് മരുവൽക്കരണമാവാം, അല്ലെങ്കിൽ മഴയുടെ ആധിക്യമാവാം, മഴയുടെ കുറവാകാം, ഇത് പഠിച്ച് 2 മണിക്കൂർ കൂടുമ്പോഴോ 3 മണിക്കൂർ കൂടുമ്പോൾ ജനങ്ങൾക്ക് അലർട്ട് കൊടുക്കുന്ന രീതിയിൽ സുസ്ഥിരമായ ഒരു വെതർ റഡാർ സ്റ്റേഷൻ കൽപ്പറ്റ കേന്ദ്രീകരിച്ച് നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ടെമ്പററി അല്ല, സ്ഥിരമായിട്ടുള്ള അതിൻ്റെ സംവിധാനങ്ങളും സ്റ്റാഫും മറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.